മീഷോയ്ക്കകത്ത് നിന്ന് തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ കുറച്ച് ഗാഡ്ജറ്റുകൾ. ഞാൻ ഒന്നും ചെയ്യണില്ല, നോക്ക്. കുറേ പ്രോഡക്റ്റുകൾ ഒരുമിച്ച് മേടിച്ചതുകൊണ്ട് ഏതൊക്കെ ഏതിൻ്റെ അകത്താണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 212 രൂപയേ ഉള്ളൂ. പെട്ടി മാത്രമേ വലുതുള്ളൂ, അകത്തുള്ള സാധനം ചെറുതാണ് കേട്ടോ. ആദ്യത്തത് ഒരു മെറ്റൽ ലാപ്ടോപ്പ് സ്റ്റാൻഡാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്ടോപ്പൊക്കെ എണീപ്പിച്ച് നിർത്താൻ പറ്റിയൊരു സാധനം. നമ്മൾ ഈ ചാനലിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയൊരു ലാപ്ടോപ്പ് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന സാധനം. അത് മാറി വളരെ ചെറിയൊരു കുട്ടി സാധനമായിട്ട് മാറിയിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അടിയിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പിനെ നിങ്ങൾക്ക് എണീറ്റ് നിർത്താനായിട്ട് പറ്റും. ഇത് രണ്ടും കൂടി ലാപ്ടോപ്പിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ ലാപ്ടോപ്പ് ഇങ്ങനെ ചരിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ചിലർക്കൊക്കെ ആ ലാപ്ടോപ്പ് ഇങ്ങനെ വെച്ച് ടൈപ്പ് ചെയ്യാനാണ് സുഖം, നേരെ വെച്ച് ടൈപ്പ് ചെയ്യുന്നേക്കാളും. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഗാഡ്ജറ്റാണ്. 212 രൂപയേ ഉള്ളൂ. ഉപയോഗമുള്ളവർക്ക് ഉപയോഗമാവും. അടുത്ത ഗാഡ്ജറ്റ് നോക്കാം. പൊളന്നു പോയി. പ്രൈസ് വന്നിട്ട് ഈ ഗാഡ്ജറ്റിൻ്റെ പ്രൈസ് കാണാനില്ല ഗൈസ്. ഇതൊരു കിട്ടുള്ള സാധനമാണ്. ആക്ച്വലി നിങ്ങൾ പലതരത്തിലുള്ള ഫിഡ്ജറ്റ് സ്പിന്നേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ നിങ്ങൾക്കൊരു പേന ഫിഡ്ജറ്റ് സ്പിന്നറാണ് ഈ സാധനം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫിഡ്ജറ്റ് സ്പിന്നറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എഴുതേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നിങ്ങനെ കറക്കപ്പോൾ ഇവിടെ ആയിട്ട് പേനയുടെ ഫ്രണ്ടിലത്തെ ഭാഗം വരും. എന്നിട്ട് നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടോർച്ച് അടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ പുറകിലായിട്ടൊരു LED ലൈറ്റ് ഉണ്ട്. അതിലൊന്ന് അമർത്തിയാൽ മതി, നിങ്ങൾക്ക് ലൈറ്റും കൂടി കിട്ടും. ആ ലൈറ്റ് ഓൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ലൈക്ക് സിംപ്ലി പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി എഴുതാനൊക്കെ പറ്റുന്ന ഒരു പേന. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു ഫിഡ്ജറ്റ് സ്പിന്നറായിട്ടും കൂടി ഉപയോഗിക്കാം. നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ പമ്പാണ്. കാണപ്പോൾ ഒരു മെറ്റാലിക് മെറ്റീരിയൽ പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇത് സംഭവം പ്ലാസ്റ്റിക്കാണ്, നല്ല ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി ഗുഡ്. നമുക്ക് അടുത്ത ഗാഡ്ജറ്റിലേക്ക് പോകാം. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടില്ല, നമുക്ക് അതിൽ കയറി നോക്കാം. യെസ്, ഇത് ഒരു മൾട്ടി പർപ്പസ് മൗസ് പാഡാണ്. അല്ലേ, മൗസ് സ്റ്റാൻഡാണ്, മൗസ് പാഡല്ല, മൗസ് സ്റ്റാൻഡ്. ഇതെന്താണ് സെറ്റപ്പ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പേന വയ്ക്കാൻ പറ്റും, പെന്നിങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോണ് നമുക്കിവിടെ ചാരി അങ്ങ് വെക്കാം. ഫോൺ ചാരി വെക്കുക മാത്രമല്ല, നമുക്കിതിനകത്ത് വേറൊരു പരിപാടി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മൗസ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾക്ക് സ്പേസ് കുറവാണ്, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വെക്കണം, ഒരു പേന വെക്കണം, അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന മൗസും കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഗാഡ്ജറ്റ്. ഈ ഒരു ചെറിയ സർഫസ് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള സർഫസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ മൗസിനെ ഓടിച്ചു കഴിഞ്ഞാലും നല്ല സ്മൂത്തായിട്ട് അത് പൊക്കോളും. ആൻഡ് ഇതൊരു പഞ്ഞ് പോലത്തെ പ്രതലമാണ്. കണ്ടോ, തൊടുന്ന സമയത്ത് നമുക്കിങ്ങനെ തുണിയിൽ നമ്മൾ തൊടും പോലെ ഫീൽ ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇത് നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓഫീസ് വർക്ക് ചെയ്യണം, നിങ്ങൾ ഗെയിമിങ്ങിന് ഈ സാധനം ഉപയോഗിക്കരുത്, പണിപാളും. നിങ്ങളിപ്പോൾ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെസ്കിൽ സ്പേസ് കുറവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉപയോഗപ്പെടും. 799 രൂപയാണ് എൻ്റെ പ്രൈസ്. അടുത്ത ഗാഡ്ജറ്റ് വീണ്ടും ഏതൊരു കുട്ടി ഗാഡ്ജറ്റാണ്, ഒരു ചെറിയ പെട്ടിക്കകത്ത് പറഞ്ഞത്. ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു USB ഹബ്ബാണ്. അതായത് ഈ ഒരു പോർട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു 4 USB പോർട്ട് വരുന്നുണ്ട്. ഈ 4 USB പോർട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാൽ ഇതിനകത്തുള്ള പ്രത്യേകത വെറും USB ഹബ്ബല്ല, ഇവിടെ ഒരു സ്ക്രീനാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലോഗോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ വേർഡിനെ ഇവിടെ എഴുതി കാണിക്കാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഈ ഭാഗം നമുക്ക് കാണപ്പോൾ ഒരു സ്ക്രീൻ പോലെയൊന്നും തോന്നില്ല, എന്നാൽ നിങ്ങൾക്ക് ഒരു സ്ക്രീന് കിട്ടും. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഹബ്ബ്, കുറച്ച് ആളുകളുടെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കുറച്ച് വേറിട്ട് നിൽക്കാൻ പറ്റും. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം, ഹെലികോപ്റ്റർ. 500 രൂപയുള്ളൂ. 500 രൂപയ്ക്ക് താഴെ മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ആക്ച്വലി പണ്ട് ഞാൻ നാപ്റ്റോളിൽ നിന്ന് ഇതേപോലെ ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ടുണ്ട്, പണ്ട് കുറേ നാൾക്ക് മുന്നേ. ഇതിന് പ്രൈസ് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റിയിലും മറ്റേ നല്ല പണി വെച്ചിട്ടുണ്ട്. ഓപ്പണാക്കി പറത്തി നോക്കാം. സോ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്റർ എനിക്ക് തോന്നുന്നു ചാർജ് ചെയ്യേണ്ട എന്തോ സെറ്റപ്പ് എന്തോ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ബാറ്ററിയും കൂടി കിട്ടുന്നുണ്ട് പാനസോണിക്കിൻ്റെ. പിന്നീട് ഒരു ഉമ്പുടു റിമോട്ട്. അയ്യോ, പുറകിൽ നമുക്ക് ഊരിയതിന് ശേഷം ആദ്യം നമുക്ക് നമ്മുടെ ബാറ്ററി ഇടാം. ഓട്ടോമാറ്റിക്കലി പറക്കണ്. ക്യാമറയും ഇരിക്കുന്നത്. എന്തോന്നാണ് നിർത്തണ എങ്ങനെയാ? ഞാൻ ഒന്നും ചെയ്യണില്ല, നോക്ക്.
എന്നാ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല. ഇത് തന്നെ ഇതിൻ്റെ ഇഷ്ടത്തിന് പറക്കുകയാണ്. ഇതൊരു ഹെലികോപ്റ്ററാണ് ഗൈസ്. നിങ്ങൾക്ക് 500 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് പൊക്കാനും താക്കാനും മാത്രമേ പറ്റുള്ളൂ. അതുമാത്രമല്ല ഇത് ഇതിൻ്റെ ഇഷ്ടത്തിനൊക്കെ പറക്കും. നിങ്ങളായിട്ട് അത് വലത്തോട്ട് പോകണം ഇടത്തോട്ട് പോകണം എന്ന് പറഞ്ഞാലോ നടക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിക്കുകയും ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് പുല്ല് വെട്ടാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫണ്ണാണ്. പക്ഷെ 14 വയസ്സായ പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഈ 14 വയസ്സായ കുരുപ്പുകളൊക്കെ എടുത്ത് വെച്ച് കയ്യിലൊക്കെ കയറ്റി വയ്ക്കും, കൈയൊക്കെ മുറിയും. അപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാൻ വിചാരിച്ച പോലെയല്ല. ഇപ്പം മീഷോയ്ക്കകത്തുനിന്ന് സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ അടുത്ത് ഇതിനേക്കാളും വില കുറഞ്ഞതും അഫോർഡബിളും ആയിട്ടുള്ള വേറെ ഗാഡ്ജറ്റ് സീരീസുമായിട്ട് കണ്ടുകൊടുത്തായിരിക്കും. ബൈ.